കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ അനുജത്തെ കൂട്ടിക്കൊണ്ടുപോവാനാ നിന്നെ വിളിപ്പിച്ചെന്ന് നിന്നോട് ആരാടി പറഞ്ഞ്? നിന്നെ കൊണ്ടൊരു കാര്യമുണ്ട് എനിക്ക്. അതിനാ നിന്നെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വിളിപ്പിച്ചേ. എന്നാ പിന്നെ അത് ഫോണിൽ തന്നെ പറഞ്ഞുകൂടായിരുന്നോ ചേച്ചി? വെറുതെ ഓട്ടോയുടെ പൈസ പോയില്ലേ? ഇവിടെ വരെ വിളിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സാരമില്ല, കാര്യം എന്താണെന്ന് പറയും. നീ ഒരു കിളവിയുടെ വേഷമിട്ട് ജാനകിയുടെ അനന്തരവളാണെന്ന് പറഞ്ഞ് നാടകം കളിച്ചില്ലേ? എന്നിട്ട് മാളുവിന്റെ കല്യാണം മുടക്കി. അതൊക്കെ കഴിഞ്ഞു പോയില്ലേ? ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യമോ ചേച്ചി? ഞാനിപ്പോ എന്താ ചെയ്യേണ്ടെന്ന് പറ, ചെയ്തു തരാം. വീണ്ടും അതേ കിളവിയുടെ വേഷമിട്ട് ഇനി നീ ആ കൊട്ടാരം വീട്ടിൽ പോണം. എന്നിട്ട് എല്ലാവരുടെയും മുമ്പിൽ നിന്ന് ആ വേഷം അഴിച്ചിട്ട് ജാനകി നീയും കൂടി ആ നാടകം കളിച്ചത് ആസ്തി അടിച്ചെടുക്കാനാണെന്നുള്ളത് വരുത്തി തീർക്കണം. ആ ജാനകിയെ നീ തന്നെ കൊട്ടാരം വീട്ടിൽ നിന്ന് ഓടിക്കണം. വൈദേഹിയെ കുറിച്ചുള്ള സത്യങ്ങൾ വർമ്മയെ കണ്ട് പറയണമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ എന്റെ അനിയത്തെ കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്നെ കൊണ്ട് തന്നെ വൈദേഹി അവിടുന്ന് പുറത്ത് ചാടിക്കാൻ നോക്കുന്നത്. എന്താടി നീ ആലോചിക്കുന്നേ? ചെയ്യാൻ പറ്റുമല്ലോന്ന് പറ. എന്തുകൊണ്ട് ചെയ്യില്ല? ഇന്നുവരെ പല സ്ഥലത്തും ആ കിളവി വേഷം ഞാൻ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോ അത് അഴിച്ചുകൊണ്ടുള്ള നാടകം ഡിഫറെന്റ് ആയിരിക്കും. ഈ ത്രില്ല് പോകുന്നതിന് മുമ്പ് ഞാൻ ആ നാടകം തുടങ്ങട്ടെ. എന്നാ ഞാൻ പോയിട്ട് വരട്ടെ. അവിടുത്തെ കാര്യങ്ങൾ കഴിയുന്നതോടെ ചന്ദ്രിക ചേച്ചി നിന്നെ പറഞ്ഞയച്ചോളൂ. നമുക്ക് ഹാപ്പി ആയിട്ട് വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. ആയിക്കോട്ടെ ചേച്ചി. സൂക്ഷിക്കണോട്ടോ. എടാ ഇവിടെ പിടിച്ചോണ്ട് പോ. ഒരു കാരണവശാലും ഇവിടെ രക്ഷപ്പെടരുത്. കൊണ്ടുപോ. ഹലോ മോം, ഞാൻ അമ്മ അങ്ങോട്ടേക്ക് വിളിക്കാനിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും അമ്മ ഇങ്ങോട്ട് വിളിച്ചു. എന്താ പറ്റിയത് ബേബി? വൈദേഹിയെ നമ്മളാ കൊന്നതെന്ന് ദേവന് സംശയം തോന്നി തുടങ്ങി മോം. ആണോ? ഇനിയിപ്പം നമ്മൾ എന്താ ചെയ്യാ? നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ അവൻ കണ്ടെത്തറ. എന്താ നിനക്ക് ഇത്ര ദേഷ്യം? പാവം മാളവിക എന്ത് ചെയ്തിട്ട് അവളുടെ നേരെ ചാടുന്നത്? വൈദേഹിയെ കാണാതാവാനുള്ള കാരണം ഈ മാളവിക ഒറ്റ ഒരുത്തിയാ. അപ്പോ നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നാണോ? വൈദേഹിക്ക് പണി കൊടുത്താൽ നമ്മളാണെന്ന് അറിഞ്ഞോ? നീ പറയുന്നതൊക്കെ സത്യ? നമ്മള് സംസാരിക്കുന്ന വീഡിയോ എങ്ങനെയാ? അപ്പൊ അവൻ എന്നെ കണ്ടിരുന്നു മോളെ? ഇല്ലെന്ന് തോന്നുന്നു. എന്നെ കുറിച്ച് മാത്രമേ അവൻ പറയുന്നുള്ളൂ. ഈ വീഡിയോ ആരായിരിക്കും എടുത്തത്? അപ്പൊ ഈ വിഷയം അയാളും അറിഞ്ഞോ? അമ്മ ചിന്തിക്കുമ്പോ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. തൽക്കാലത്തേക്ക് അവൻ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ ബേബി. ബാക്കി കാര്യമൊക്കെ നമുക്ക് പിന്നെ നോക്കാം. മാഗിയെ ഞാൻ ആ കിളവി വേഷത്തിൽ അയക്കുന്നുണ്ട്. ജാനകി എങ്ങനെയെങ്കിലും നമുക്ക് പുറത്ത് ചാടിക്കണം. ശരി അമ്മേ. അമ്മ അവളെ അയച്ചോ. അതുവരെ ഞാൻ മാനേജ് ചെയ്യാം. ആരോടെ മാളവികയെ സംസാരിച്ചത്? മോമിനോടാണോ? നിന്റെ നെഞ്ചിടിക്കുന്നത് എനിക്ക് ഇവിടം വരെ കേൾക്കാലോ. ഇവിടുന്ന് ഒരു മരണമണി മുഴങ്ങുന്നുണ്ടല്ലോ. നീ സത്യം മനസ്സിലാക്കിയിട്ട് ഒരു കാര്യമില്ല, നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഞാനൊന്നും പറയാതെ തന്നെ അറിയേണ്ട വ്യക്തി കാര്യങ്ങൾ മനസ്സിലാക്കിയത് കണ്ടോ ബേബി? നീ എത്ര തന്നെ മണ്ണിട്ട് മൂടാൻ നോക്കിയാലും ഡേവിഡിന് സംശയം തോന്നി തുടങ്ങിയ സ്ഥിതിക്ക് ഇനി രക്ഷയുണ്ടാവില്ല. കാലത്ത് എന്താ പറഞ്ഞത്? ഇന്നിവിടെ എന്റെ അവസാനത്തെ ദിവസമാണെന്നോ? എന്നാലേ ഇന്ന് നിന്റെ അവസാനത്തെ ദിവസമാവോ ബേബി? അതേടി, ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി. ഇന്നൊരു ദിവസം കൂടെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞതാ തെറ്റ്. ഇന്നേ ദിവസം നീ ഇവിടെ മുഴുമിപ്പിക്കില്ലടി. കുറച്ചു നേരം കൂടെ കാത്തിരിക്കും. നിന്നെ ഞാൻ ഇവിടെ നിന്ന് ചാടിക്കും. വെയിറ്റ് ആൻഡ് സീ.
അപ്പോ നമ്മളെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞെന്നാണോ? വൈദേഹിക്ക് പണി കൊടുത്തത് നമ്മളാണെന്ന് അറിഞ്ഞോ? അവള് വീട്ടിൽ കയറി വന്ന് ആ ദേവനെ എനിക്ക് കിട്ടാതാക്കി കളഞ്ഞില്ല അമ്മേ. എങ്ങനെ നോക്കുകയാണെങ്കിലും ആ ജാനകിയെ കൊല്ലുന്നതാ നല്ലത്. ദേവേട്ടാ, എന്താ ദേവേട്ടൻ ആലോചിക്കുന്നത്? എന്താ ചെയ്യേണ്ടെന്നൊരു പിടിയും കിട്ടുന്നില്ല ജാനകി. ഞാൻ ആ വീഡിയോ കണ്ടതാണ്. വൈദേഹിക്ക് പണി കൊടുത്തുന്ന് അവള് പറയുന്നത് ഇപ്പോഴും എന്റെ ചെവി കേൾക്കാം. നിന്നെ കൊല്ലാൻ പ്ലാൻ ഇട്ടിരിക്കുന്നതായിട്ട് അവൾ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. വൈദേഹിക്ക് എന്ത് പണിയായിരിക്കും അവള് കൊടുത്തത്? വൈദേഹിക്ക് എന്താ സംഭവിച്ചിരിക്കുക? എനിക്കൊന്നു കാണോ? ദേവേട്ടാ, ഇല്ല, എന്റെ വൈദേഹി മരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇന്ന് ആദ്യമായിട്ടാ എന്റെ വൈദേഹിക്ക് എന്തെങ്കിലും പറ്റിക്കാണോന്നൊരു ആദ്യം വരുന്നേ. ശരിയാണ് ദേവേട്ടാ, എന്തൊക്കെയോ സംഭവിച്ചു. എന്നിട്ട് ഞാൻ എന്റെ ദേവേട്ടന്റെ അടുത്തേക്ക് ഓടിയെത്തിയത്. വൈദേഹിക്കൊന്നും പറ്റിയിട്ടില്ല ദേവേട്ടാ. വൈദേഹിയുടെ അച്ഛൻ തന്നെയല്ലേ പറഞ്ഞത് വൈദേഹി കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു എന്നൊക്കെ. അപ്പൊ പിന്നെ പേടിക്കണ്ട. എന്റെ വൈദേഹിക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണോ? ഒന്ന് പറ ജാനകി, പറ, എന്നോട് പറ. ദേവേട്ടന്റെ വൈദേഹിക്കൊന്നും പറ്റിയിട്ടില്ല. ഓരോ ക്ഷണവും ദേവേട്ടനെ ശ്രദ്ധിച്ചുകൊണ്ട്, ദേവേട്ടനെ കുറിച്ച് മാത്രം ചിന്തിച്ചുകൊണ്ട് എപ്പോഴാ ദേവേട്ടന്റെ മുന്നിലേക്കൊന്ന് എത്തിപ്പെടാൻ പറ്റുകയെന്ന് വൈദേഹി കാത്തിരിക്ക. സത്യമായിരിക്കും ജാനകി. വൈദേഹി എന്റെ മുമ്പിൽ വരാത്തതെന്താ? അവൾ എന്റെ വേദന കണ്ട് സന്തോഷിക്കുമായിരിക്കുന്നു. എന്തൊക്കെയാ ഞാൻ പുലമ്പിയത്? ശരിക്കുള്ള കാരണം ഇപ്പോഴായിരിക്കും മനസ്സിലായത്. മാളവിക എല്ലാത്തിനും കാരണം. ശരിയാ ജാനകി, മാളവിക ഇവിടെ ഉണ്ടെങ്കിൽ വൈദേഹി ഒരിക്കലും വരില്ല. സത്യത്തിൽ ഈ മാളവിക ആരാണ് ജാനകി? എന്റെ വൈദേഹിയും എന്നെയും തമ്മിൽ അകറ്റാൻ എന്തിനാണ് ഇവൾ ഇത്രയേറെ പാടുപെടുന്നത്? അതിന്റെ കാരണം എന്താണെന്ന് അറിയണം. എന്നിട്ട് ആ മാളവികയെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മാത്രമേ എന്റെ വൈദേഹി ഇങ്ങോട്ട് വരൂ. പക്ഷെ ആ മാളവികയെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടും ഈ വീട്ടിലാരും അത് വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. ഞാൻ കണ്ടതാ ജാനകി, എനിക്കെല്ലാം നല്ല ഓർമ്മയുണ്ട്. മാളവിക നല്ലവളാണെന്ന് എല്ലാരും എന്തിനാ കണ്ണടച്ച് വിശ്വസിക്കുന്നേ? ഞാൻ വിശ്വസിക്കുന്നില്ല ദേവേട്ടാ. ദേവേട്ടൻ കണ്ട ആ വീഡിയോയിൽ പറയുന്നത് പോലെ എന്നെയും കൊല്ലാൻ ശ്രമിച്ചത് മാളവികയെ. സത്യാണ് ദേവേട്ടാ. അന്ന് ദേവേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി അമ്പലത്തിൽ ഞാൻ തീച്ചട്ടി എടുത്തപ്പോ എന്നെ കൊല്ലാൻ നോക്കിയത് അവളായിരുന്നു. വലിച്ചു മുറുക്കി കൊന്നു കളയടാ. എന്നിട്ട് നീ എന്താ ഇതുവരെ പറയാതിരുന്നത്? അന്ന് ഞാൻ ചോദിച്ചതല്ലേ നിന്നെ അന്ന് കൊല്ലാൻ നോക്കിയത് മാളവികയാണോന്ന്. എന്നിട്ടൊരു അക്ഷരം മറുപടി പറഞ്ഞില്ല. പറഞ്ഞ ആരാ ദേവേട്ട വിശ്വസിക്ക? എന്തിനാ നീ അങ്ങനെ കരുതുന്നേ? എനിക്ക് സംശയം തോന്നിയത് കൊണ്ടല്ലേ ഞാൻ അങ്ങനെ ചോദിച്ചേ. ഈ സത്യം അപ്പോഴേ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ മാളവിക ജയിലിൽ അഴിയെണ്ണി കിടക്കേണ്ട സമയമായിരുന്നു. അതൊന്നും നടക്കില്ല ദേവേട്ട. എന്തുകൊണ്ട് നടക്കില്ല? വധശ്രമത്തിന് നമ്മുടെ നാട്ടിലെ വകുപ്പ് എന്താണെന്ന് നിനക്കറിയാലോ. എന്നിട്ട് എന്തുകൊണ്ട് നീ പറഞ്ഞില്ല? പോലീസ് അവളെ കൊണ്ടുപോയില്ലായിരുന്നോ? ഈ വീഡിയോ കാണുന്നത് വരെ ദേവേട്ടനും മാളവിക നല്ലവള് തന്നെയാണെന്നല്ലേ വിശ്വസിച്ചേ? അല്ലെന്ന് എത്ര വട്ടം പറഞ്ഞതാ? ഇപ്പത്തെ ദേവേട്ടൻ കണ്ട വീഡിയോ തെളിവായിട്ട് കാണിച്ച അപ്പൊ വിശ്വസിക്കാന്നല്ലേ എല്ലാരും പറയുന്നേ? വീട്ടിൽ ഇത്രയും സ്ഥാനമുള്ള ദേവേട്ടന്റെ വാക്കുകൾക്ക് പോലും അവിടെ വിലയില്ല. ദേവേട്ട സത്യം പറഞ്ഞിട്ട് അവിടെ തെളിവുകൾ ചോദിക്കുന്നു. അപ്പൊ പിന്നെ ഞാൻ ആരാ ദേവേട്ട? അനന്തരവളാണെന്ന് വരുത്തി തീർക്കാനുള്ള സ്വാർത്ഥതയുടെ പേരിൽ മാളവികയുടെ തടസ്സം നീക്കാനുള്ള എന്റെ അടവാണെന്നല്ലേ എല്ലാരും പറയൂ. തറപ്പിച്ചൊന്ന് പറഞ്ഞ തെളിവുകൾ ചോദിക്കും. ഒന്നും നടക്കില്ല ദേവേട്ട. അതുകൊണ്ടാ ഞാൻ ഇത്ര നാളും മിണ്ടാതിരുന്നത്.
എന്നിട്ടും പലവട്ടം പറയാനാഞ്ഞതാ. അന്ന് മാളവിക എന്താ ചെയ്തതെന്ന് ദേവേട്ടൻ ഓർക്കുന്നുണ്ടോന്നറിയില്ല. ദേവേട്ടൻ രക്ഷപ്പെടാൻ വേണ്ടി ജാനകി തീച്ചട്ടി എന്തിയെങ്കിൽ ഞാൻ കൈവെള്ളയിൽ കർപ്പൂരം കത്തിച്ച് പ്രാർത്ഥിക്കായിരുന്നു. അവളെ ആരും കൊല്ലാൻ ശ്രമിച്ചപ്പോ സഹതാപം അവളോട്. അവള് പറയുന്നതാ സത്യം. എല്ലാരും കൂടെ എന്നെ ഒരു കൊലപാതകയാക്കി ഇവിടുന്ന് പുറത്താക്കാൻ നോക്കല്ലേ? അതല്ലേ എല്ലാവർക്കും വേണ്ടത്? എന്ന് എന്നെ പുറത്താക്കിക്കോ. ഞാനിങ്ങനെ സത്യം പുറത്തു പറയുമെന്ന് പേടിച്ച് ആദ്യം തന്നെ അവള് നാടകം തുടങ്ങിയിരുന്നു. പിന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞൂല്ല. അന്ന് നീ ഒന്നും മിണ്ടാതെ നിന്നുകൊണ്ടല്ലേ അവൾ ഇത്രയും നാളെ ഈ വീട്ടിൽ കിടന്ന് കളിക്കുന്നേ. ഇനി ഒരു നിമിഷം പോലും അവൾ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല ജാനകി. ഇപ്പൊ തന്നെ പറഞ്ഞു വിടണോളെ. ദേവേട്ട വേണ്ട. ഇപ്പൊ ദേവേട്ടൻ എന്ത് ചെയ്താലും മാളവികയ്ക്ക് സഹതാപം നേടിക്കൊടുക്കുകയുള്ളൂ. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ട ജാനകി? എന്ത് വന്നാലും അവൾ ഇനി മുതൽ ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. എന്താ ഇപ്പൊ അതിനു വേണ്ടി ചെയ്യാ? നമ്മള് രണ്ടുപേരും മാത്രം കണ്ട അവളുടെ സ്വരൂപം വീട്ടിലെ മറ്റുള്ളവരും കാണത്തക്ക രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. അതിനേക്കാളൊക്കെ മുന്ന് മാളവിക ആരാന്ന് കണ്ടുപിടിക്കണം. അവളുടെ പുറകിൽ ആരൊക്കെ ഉണ്ടെന്ന് കണ്ടുപിടിക്കണം. എന്തിനു വേണ്ടിയാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എല്ലാം നമുക്ക് കണ്ടെത്തണം. അതിനുശേഷം അവളെ പറഞ്ഞയക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും അവളുടെ ശല്യം നമുക്കുണ്ടാവില്ല. ശരിയാണ് ജാനകി. പക്ഷെ അവളുടെ രഹസ്യങ്ങൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഇത്രയും കാലം ആർക്കും ഒരു സംശയത്തിന് ഇടവരുത്താതെ അവൾ നമ്മൾക്കിടയിൽ ജീവിച്ചെങ്കിൽ അത്ര ചെറിയ കളിയൊന്നുമല്ല അവള് കളിക്കുന്നേ. നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കുരുക്ക് മുറുകത്തക്ക രീതി പിടിക്കണം. അതിനിപ്പോ എന്താ നമ്മൾ ചെയ്യേണ്ടെന്നാ? എന്താ ചെയ്യ? ഒരുവൻ മുതലാളി, ഉലകിൽ മറ്റവൻ തൊഴിലാളി, വിധിന്നൊരുപ്പവനെ മാടി അറിവാളി. നീ വന്നേ. എന്താ ദേവട്ടാ? മാളവിക എന്ത് ചെയ്യാനാ ദേവട്ട പ്ലാൻ? വിനയൻ എങ്ങനെ അറിയാം? എന്റെ പൊന്നു ചേച്ചി, മാളവികയുടെ എത്ര വലിയ രഹസ്യം പറഞ്ഞു കൊടുത്തിട്ടും ആരും വിശ്വസിക്കുന്നില്ലല്ലോ. അതിനെക്കുറിച്ച് തന്നെയല്ലേ നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത്. ദേവട്ടൻ പറഞ്ഞതൊക്കെ എനിക്ക് വിശ്വാസമായി. നേരത്തെ തന്നെ മാളവികയുടെ കാര്യത്തിൽ എനിക്ക് സംശയം ഉണ്ടായിരുന്നതാ. എന്താ ചെയ്യേണ്ടത് ദേവട്ടൻ പറ, ഞാൻ ചെയ്യാം. പക്ഷെ അവൾക്കൊരു അന്ത്യം കുറിച്ചേ പറ്റൂ. എന്നാലേ വൈദേഹി ചേച്ചി വരൂ. എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കണം. പറഞ്ഞോ ദേവട്ടാ, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറ. വലിയ പാടുള്ള പരിപാടിയൊന്നുമല്ല, പക്ഷെ വളരെ സൂക്ഷിച്ചു ചെയ്യേണ്ട കാര്യമാണ്. ഇതിൽ ആ മാളവികയ്ക്ക് ഒരു സംശയവും ഉണ്ടാവാൻ പാടില്ല. ഇതാ നമ്മുടെ പ്ലാൻ. അടിപൊളി ദേവട്ടാ. ഈ പറഞ്ഞത് ഇതുപോലെ അങ്ങ് ചെയ്താൽ മതി. മീന് തനിയെ വന്ന് ചൂണ്ടയിൽ കൊളുത്തിക്കോളും. ഇതില് മാളവിക വീടിലേക്ക് ഞാൻ എന്റെ പേര് മാറ്റും. നമുക്കിതൊക്കെ ചെയ്യാന്നേ. ജാനകേച്ചി എന്തോ പറയും നോക്കല്ലേ? ഞാൻ റെഡി ആട്ടോ. മാളവിക, നിന്റെ കഥ കഴിഞ്ഞു. ഇത്രയും കാലം ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പൊ എന്റെ ദേവേട്ടൻ കൂടെയുണ്ട്. സദാശിവ സന്യാസി താപസി കൈലാസനാഥ, നിൻ പാദമുദ്ര ചാർത്തി ഞാൻ ശിരസിനലങ്കാരമായി. ശിവായ ശിവായ ഓം ശിവായ നമ.
എന്താ അയ്യോ അയ്യോ മാളവിക എന്താ ഈ ചെയ്യണേ? ഞാൻ സന്യാസിയാണെന്നുള്ള കാര്യം മറന്നുപോയോ നീ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശുദ്ധ പാപാണല്ലോ. അയ്യച്ചി എന്തൊക്കെയാ പറയുന്നേ? അതിനൊന്നും അല്ല. അതിനല്ലേ എന്നെ പിടിച്ചു വലിച്ച് റൂമിലേക്ക് കൊണ്ടുവന്നപ്പോ ഞാൻ ആകെ തെറ്റിദ്ധരിച്ചു പോയി. ആ വിഷയം അല്ല. പിന്നെന്താ? ഇയാൾ എന്റെ എന്തെങ്കിലും വീഡിയോ എടുത്തായിരുന്നു? അയ്യോ മഹാദേവ, അങ്ങനെയുള്ള പാപങ്ങളൊന്നും ഞാൻ ചെയ്യില്ല. അയ്യോ അതൊന്നും അല്ലൊന്ന് നിർത്തുന്നുണ്ടോ? ദേവേട്ടൻ ഏതോ വീഡിയോയില് ഞാൻ എന്തോ പറയുന്നത് കേട്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? ആ വീഡിയോ എങ്ങാനും നിങ്ങൾ കണ്ടിരുന്നോ? അയ്യോടാ, ഇത്ര നേരം അതിനെ കുറിച്ചാണോ പറഞ്ഞത്? അതിരിക്കട്ടെ, വൈദേഹി നീ വല്ലതും ചെയ്തായിരുന്നോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. ഒരുപക്ഷെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആ വീഡിയോയിലുള്ളത് ഞാൻ അല്ലാന്ന് ഉറപ്പാക്കാനായിരുന്നു. എന്റെ വിഷമം ആരോട് പറയണമെന്ന് അറിയാത്തോണ്ടല്ലേ ഞാൻ ഇങ്ങനെ സന്യാസിയായിട്ട് നടക്കണേ. എനിക്കിതിലൊക്കെ എന്ത് കാര്യമുള്ളത്? എന്നെ അങ്ങ് വിട്ടേക്ക്, ഞാൻ പോവാ. ഒന്ന് നിക്കുന്നേ. അയ്യോ ശംഭോ മഹാദേവ, എന്നെ അങ്ങ് വിട്ടേക്ക്. ഇനിയൊന്നും പറയണ്ട, ഒക്കെ ശുദ്ധാവൂ. അതാ വരുണേട്ടാ. അയ്യോ അപ്പൊ ഈ വരുൺ എന്നെ ഹെൽപ്പ് ചെയ്യില്ലെന്നാണോ? കള്ളസന്യാസിയുടെ വേഷം ഇട്ടുകൊണ്ട് ചെയ്യുന്നതെല്ലാം തോന്നിയാസം. അത് എന്താന്നറിയില്ല, ഈ മാലയിട്ടോണ്ടേ എല്ലാവർക്കും എന്നെ തന്നെ വേണം. ഈ കാല് മാത്രല്ലേ അനങ്ങാതുള്ളൂ, പിന്നെ ഈ സ്റ്റെയർ കേസിന്റെ മുകളിൽ നിന്ന് എന്തെടുക്കുക? കസേരയുടെ ബാലൻസ് ഒന്ന് തെറ്റിയാലുണ്ടല്ല ഉരുണ്ട് താഴേക്ക് വീഴും. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ റിപ്പയറിംഗില്ല, ബാക്കിയുള്ളതും കൂടി റിപ്പയറിംഗിലാവും. അതുകൊണ്ടാ പറയണേ, സൂക്ഷിക്കണേ. എന്നാ വരട്ടെ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.